ആമേൻ. സ്തോത്രം. നമ്മുടെ പഠനം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 31 മുതൽ 36 വാക്യം വരെയാണ് ഇന്ന് തുടരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്ന തൻ്റെ അന്ത്യ സാക്ഷ്യമാണ് നമ്മൾ വിചിന്തനം ചെയ്തത്. ഇന്ന് ഈ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ആ സാക്ഷ്യത്തിൻ്റെ തുടർച്ചയെന്ന് തോന്നാം. എന്നാൽ അങ്ങനെയല്ല. ഈ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളല്ല. മറിച്ച് തൊട്ടു മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ സാക്ഷ്യം സംബന്ധിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ കൺക്ലൂഷനാണ് 31-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു ഉപസംഹാരമാണ്. അനുബന്ധമായി പറയുന്ന സത്യങ്ങളാണ് 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ യോഹന്നാന്റെ സാക്ഷ്യവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമെന്ന് പറയാൻ പറ്റില്ല, ഒരു താരതമ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വചനങ്ങളിലൊക്കെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും തമ്മിലുള്ള കോൺട്രാസ്റ്റ് അഥവാ അവ തമ്മിലുള്ള വ്യത്യാസവും അവ തമ്മിലുള്ള ഒരു താരതമ്യവുമാണ് ഈ വചനങ്ങളിൽ 31 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത്. ഇവിടെ നമ്മൾക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു പോകാം. ആദ്യം 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോവാം. എല്ലാവരും ദൈവവചനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പാസ്റ്റർ വായിച്ച് സഹായിക്കാമോ? പാസ്റ്ററുടെ വായന വളരെ ക്ലിയർ ആണ്. എനിക്ക് വലിയ സന്തോഷമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. സഹോദരൻ ജിജി വായിക്കാൻ തുടങ്ങിയായിരുന്നു. സോറി കേട്ടോ. അപ്പോ ഇവിടെ യോഹന്നാൻ സ്നാപകൻ, യേശുക്രിസ്തു, ഇവരെ രണ്ട് ആളത്വങ്ങൾ, അവരുടെ ആളത്വങ്ങളും അവരുടെ പ്രവൃത്തി, ദ പേഴ്സൺ ആൻഡ് ദ വർക്ക്സ്, ഈ രണ്ട് വ്യക്തികളുടെ ആളത്വവും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള താരതമ്യമാണ് ആദ്യം ഇവിടെ നമ്മൾ കാണുന്നത്. 31-ാം വാക്യം 34 വരെയുള്ള വാക്യങ്ങളിൽ അതാണ്. 36 വരെ ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ആളത്വവും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി. നമ്മൾ ഈ ബൈബിള് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തെക്കുറിച്ചാണെങ്കിലും ദൈവിക തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ,
ഈ മൂന്നാളത്വം എന്ന് പറഞ്ഞാൽ തിയോളജി, ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 2 ശാഖകൾ അതിൽ പഠിക്കാനുണ്ട്. ദൈവവചനം ശുശ്രൂഷിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ശാഖകൾ. ഒന്ന് ദ പേഴ്സൺ, 2 ദ വർക്ക്സ്. ആളത്വവും പ്രവൃത്തിയും. പിതാവായ ദൈവത്തിന്റെ ആളത്വം, 2 പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തി. പിന്നെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ആളത്വം, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവിന്റെ ആളത്വം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇങ്ങനെ തിരിച്ചു വേണം നമ്മൾ ദൈവിക ആളത്വത്തെയും അതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചും പഠിക്കാനായി. ഇവിടെ നമ്മൾക്ക് ക്രമമായിട്ട് 1, 2 എന്ന് അക്കമിട്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ, ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും ചെയ്യാം. 1, ക്രിസ്തുവിന്റെ ആളത്വവും പ്രവൃത്തിയും സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. 1 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മേലിൽ നിന്ന് വന്നവൻ. കണ്ടോ? കം ഫ്രം എബവ്. ഉയരത്തിൽ നിന്ന്. ഇംഗ്ലീഷിലാണെങ്കിൽ അത് കുറെ കൂടെ ക്ലിയറാണ്. ഉയരത്തിൽ നിന്ന് വന്നവൻ. ഇവിടെ നമ്മുടെ മലയാളം ബൈബിളിൽ അത് തന്നെയാണ് ആശയം, മേലിൽ നിന്ന് വന്നവൻ. മറ്റൊരു പദം പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്നവൻ. കണ്ടോ? ഇതിൽ താരതമ്യത്തിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, യേശുക്രിസ്തു മേലിൽ നിന്ന് വന്നവനാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗസ്ഥനാണ്. യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. യോഹന്നാൻ സ്നാപകനോ? യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെ ചരിത്രം കണ്ട എല്ലാ മനുഷ്യരും ഭൂമിയിൽ നിന്നുള്ളവരാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശു താൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, നോട്ട് ഓഫ് ദ വേൾഡ്. ഞാൻ ലൗകികനല്ല, ലൗകികൻ അല്ല. അപ്പോൾ ഇവിടെ 2 വിഭാഗമായിട്ട് തിരിക്കുക. ക്രിസ്തുവിനെയും മറ്റു മനുഷ്യരെയും 2ആയിട്ട് തിരിക്കുക. എങ്ങനെയാണ്? 1, ക്രിസ്തു സ്വർഗീയനാണ്. 2, സകല മനുഷ്യരും ഭൂമിയിൽ നിന്നുള്ളവരാണ്. ഓഫ് ദ വേൾഡ്, ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്. മനസ്സിലാകുന്നല്ലോ? ഇതാണ് യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും തമ്മിലുള്ള സാരതരമായ വ്യത്യാസം. ഒരാള് സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് സാക്ഷ്യം പറയുക, മറ്റേയാള് ഈ ഭൂമിയിൽ ഉള്ളവനാണ്. നമുക്കിനിയും ഞാൻ പറയാൻ വന്ന ഈ കാര്യങ്ങളൊന്ന് ക്രമമായിട്ട് ചിന്തിക്കാം. 1, യേശുക്രിസ്തു മേലിൽ നിന്ന് വന്നവനാണ്, ഉയരത്തിൽ നിന്ന് വന്നവനാണ്. 2ാമത് അവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയേ, മേലിൽ നിന്ന് വന്നവൻ മാത്രമല്ല, 2, എല്ലാവർക്കും മീതെ ഉള്ളവനാണ്. ഉയരത്തിൽ നിന്ന് വന്ന്, കം ഫ്രം എബവ്. 2ാമത് എബവ് ഓൾ, എല്ലാവർക്കും മീതെ ഉള്ളവനാണ് കർത്താവായ യേശുക്രിസ്തു. അയ്യോ ദൈവമേ, എന്തൊരു അത്ഭുതമല്ലേ! ആ അത്ഭുതകരമായ ഒരു വ്യത്യാസമാണിത്. യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെ, യോഹന്നാനെ സ്നാപകനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താണ്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ്. യോഹന്നാനേക്കാൾ വലിയവനില്ല. പക്ഷേ യേശുക്രിസ്തു അതിലും മീതെ ഉള്ളവനാണ്. യേശുക്രിസ്തു എല്ലാവർക്കും മീതെ ഉള്ളവനാണ്. ഇനി നോക്കുക, 3ാമത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ട. 3ാമത്തെ കാര്യം, ഈ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായിട്ട് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു.
34 വാക്യം കൂടെ നോക്കിക്കാട്ടെ. ഇനി അടുത്ത 34 വാക്യം എന്താ? ദൈവം അയച്ചവൻ ദൈവത്തിന്റെ യേശു ക്രിസ്തു ദൈവം അയച്ചവനാണ്, മറ്റുള്ളവരെ ദൈവം അയച്ചവനല്ല എന്നല്ല. ദൈവം അയച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. എവിടെ നിന്ന്? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ടവൻ. നമ്മൾക്കത് പിന്നാലെ ചിന്തിക്കാം. ഞാനത് വിശദീകരിക്കുമ്പോൾ കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 4 നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനാണ്, മേലിൽ നിന്ന് വന്നവനാണ്, എല്ലാവർക്കും മീതെ ഉള്ളവനാണ്. 3, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. 4, ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു വലിയ മഹത്വം, മഹത്വം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. എന്താ? ആത്മാവിനെ അളവുകൂടാതെ കൊടുക്കുന്നവനാണ്. 34 വാക്യം. പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നൽകുന്നവനാണ്. ഇനി നോക്കുക, 5-ാമതായി 35 വാക്യം നോക്കുക. ദൈവം പുത്രനെ സ്നേഹിക്കുന്നു. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവനാണ് യേശു ക്രിസ്തു. നമ്മൾ ഓർക്കണം, നമ്മളെയൊക്കെ ദൈവം സ്നേഹിച്ചു. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടു. ദൈവം നമ്മളെ സ്നേഹിച്ചു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം മുഴുവൻ ദൈവം പകർന്നു വെച്ചത് പുത്രനായ യേശു ക്രിസ്തുവിലാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, സ്നേഹസ്വരൂപൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ രൂപം. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വരൂപമാണ്. ദൈവം ഇത്രമാത്രം സ്നേഹിച്ച വേറെ ഒരു വ്യക്തിയില്ല. ഇനി നോക്കുക, 35-ാം വാക്യത്തിൽ തന്നെ മറ്റൊരു കാര്യം, പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിതാവ് സകലവും നൽകിയിരിക്കുന്നവൻ. പിതാവായ ദൈവത്തിൻ്റെതാണ് ഈ പ്രപഞ്ചം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഓർക്കണേ, അതെല്ലാം പിതാവായ ദൈവം പുത്രന് നൽകിയിരിക്കുന്നു. നമ്മള് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ അത് കാണാൻ പറ്റും. സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നോക്കുക, 1, മേലിൽ നിന്ന് വന്നവനാണ്, വരുന്നവനാണ്. 2, എല്ലാവർക്കും മീതെ ഉള്ളവനാണ്. 3, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, മറ്റവരെല്ലാം ഭൂമിയിൽ നിന്നാണ്, പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ടവനാണ്. 4, പരിശുദ്ധാത്മാവിനെ അളവുകൂടാതെ കൊടുക്കുന്നവനാണ്, നൽകുന്നവനാണ്. 5, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ്. 6, പിതാവിൽ നിന്ന് സകലവും ലഭിച്ചവനാണ്. നീ നോക്കിയ 7, 36-ാം വാക്യം നോക്കിയേ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ നൽകുന്നവനാണ്. യേശുക്രിസ്തു നിത്യജീവൻ നൽകുന്നവനാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത് പറയുന്നത് നോക്കിയേ, എന്താ? ദൈവക്രോധം മനുഷ്യന്റെ മേൽ ചൊരിയുന്നവനാണ്. എന്താ? പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ലെന്ന് മാത്രമല്ല, പിന്നെ ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ.
ദൈവക്രോധം, ദൈവത്തിന്റെ ന്യായവിധി നടത്തുന്നവനാണ്. നമ്മള് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ന്യായവിധി നടത്തുവാൻ അധികാരവും നൽകിയിരിക്കുന്നു. ന്യായവിധി നടത്തുവാൻ അധികാരം ലഭിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഇതിന്റെ വിശദമായ പഠനത്തിലേക്ക് നമ്മൾക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. എന്താ? 31-ഉം 32-ഉം വാക്യങ്ങളിൽ വേറൊരു മഹത്തായ സത്യമുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. ഇനി 32-ാം വാക്യം: അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. എന്താ? ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്ത സന്ദേശവുമായിട്ടാണ് യേശുക്രിസ്തു വന്നത്. കേട്ടോ? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ? പിതാവിന്റെ അടുക്കൽ യേശുക്രിസ്തു ആയിരുന്നപ്പോൾ സ്വർഗത്തിൽ താൻ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഭൂമിയിൽ വന്ന് മനുഷ്യരോട് പറഞ്ഞത്. നമുക്കത് ചിന്തിക്കാം. തുടർന്ന് നമ്മൾക്കത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ യോഹന്നാന്റെയും യേശുക്രിസ്തുവിന്റെയും സാക്ഷ്യം സംബന്ധിച്ചുള്ള വലിയ വ്യത്യാസം നമ്മൾ കാണുകയാണ്. നമ്മൾ ഓർക്കണം, യോഹന്നാന്റെ യേശുക്രിസ്തുവിന്റെയും മാത്രം വ്യത്യാസമല്ല, യേശുക്രിസ്തുവും ഇതര മനുഷ്യരും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാൻ 3-ന്റെ 31-ഉം 32-ഉം വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുക. താൻ എന്താണോ കാണുകയും കേൾക്കുകയും ചെയ്തത് അത് സാക്ഷീകരിക്കുക. ഇവിടെ 3-ാം അധ്യായം, ഈ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ട്. 3-11 അവിടെയും ഏറെക്കുറെ ഇതിനോട് സാമ്യമുള്ള ഒരു പ്രയോഗം കാണാം. എന്താ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഈ ഞങ്ങൾ ആരാണാവോ? ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യും. എന്നാൽ 3-ന്റെ 31 നോക്കിയേ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എന്നോ ഞാനെന്നോ അല്ല, പിന്നെ താൻ താൻ കാണുകയും കേൾക്കുകയും ചെയ്തത്. വി എന്നല്ല, ഈ എന്നാണ്. ഞങ്ങളെന്നല്ല, താൻ കാണുകയും, അഥവാ അവിടുന്ന്, അവനെന്ന് വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ അവിടുന്ന് എന്ന് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യം പറയുകയാണ്. ദൈവം താൻ അയക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സാക്ഷ്യം പറയേണ്ടത്. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അതാ പറയുന്നത്. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത് സാക്ഷ്യം പറയുന്നു. ഞാൻ അതൊന്ന് വ്യക്തമാക്കാം. 2 വിധത്തിൽ അതിനെ മനസ്സിലാക്കാം. ഒന്ന്, ലോകത്തിലേക്ക് പിതാവിനാൽ അയക്കപ്പെട്ട, പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ട 2 ആളത്വങ്ങളുണ്ട്. പിതാവിനാൽ, പിതാവിന്റെ അടുക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട 2 ആളത്വങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന്, യേശുക്രിസ്തു. 2, യേശുക്രിസ്തു തന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ദൈവം ആ സ്ഥാനത്തേക്ക് ഭൂമിയിലേക്ക് അയച്ചതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മനസ്സിലായോ?
രണ്ട് ആളത്വങ്ങൾ ഞങ്ങൾ കാണുകയും, കണ്ടോ, ഞാൻ നിന്നോട് പറയുന്നു, നിക്കോദെമാസിനോട് പറയുകയാണ്, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷിക്കുകയും ചെയ്യുന്നു. ഓർക്കണം, യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് അറിഞ്ഞത്, താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് കണ്ടത്, താൻ പിതാവിൽ നിന്ന് കേട്ടത് ലോകത്തിൽ വന്നറിയിച്ചു. 3.5 കൊല്ലം, 33.5 വയസ്സ് വരെ ജീവിച്ചെങ്കിലും 3.5 കൊല്ലമേ ആ സന്ദേശം പറഞ്ഞുള്ളൂ. 3.5 കൊല്ലം ആ സാക്ഷ്യം പറഞ്ഞു. ഇനിയും യേശുക്രിസ്തു സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം പെന്തക്കോസ്തു നാളിൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തു മുതൽ ഇന്നു രാത്രി ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞത് പ്രസ്താവിക്കുന്നു, കണ്ടത് സാക്ഷീകരിക്കുന്നു. ഇനി ഞങ്ങൾ എന്നുള്ളതിന് വേറൊരു തലം കൂടെയുണ്ട്. ഞാൻ ആ വിഷയം ആദ്യം പറഞ്ഞിട്ട് നമ്മൾക്ക് തുടർ പഠനം ആകാമെന്ന് വിചാരിക്കുക. ഞങ്ങൾ എന്നുള്ളതിന് മറ്റൊരു തലം കൂടെയുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. 3-ാം വാക്യം തുടർന്ന് അത് തന്നെയാ പറയുന്നത്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ ഞങ്ങളുടെ കൂട്ടായ്മയോ യേശുക്രിസ്തുവിനോടുമാകുന്നു. യെസ്, എനിക്ക് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. ഇതൊന്ന് ലിങ്ക് ചെയ്യണേ, അപ്പോഴേ എന്റെ സന്തോഷം ഉണ്ടാകും. പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്ന് പിതാവായ ദൈവത്തിൽ നിന്ന് കേട്ടതും പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചതും താൻ പിതാവായ ദൈവത്തോട് കൂടെ ഇരുന്ന ആദ്യം മുതൽ ഈ ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരംഭമില്ലാത്ത ആദ്യം. കേട്ടോ, ഈ കാലം അത്രയും പിതാവായ ദൈവത്തോട് കൂടെ ഇരുന്ന് ഈ ലോക ചരിത്രത്തിൽ, സ്വർഗത്തിൽ, ഭൂമിയിൽ, പാതാളത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഭവിച്ചോ അത് മുഴുവൻ കണ്ടവൻ, അത് മുഴുവൻ അറിഞ്ഞവൻ, പിതാവായ ദൈവത്തിൽ നിന്ന് അതെല്ലാം കേട്ടവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ചില ആളുകളെ തന്റെ അടുക്കലേക്ക് ചേർത്തണച്ചു. അതിലാ മാറോട് ചേർന്നിരുന്ന് മാറിലെ ആ ഹൃദയത്തിന്റെ മിടിപ്പ് കാതുകളിൽ കേട്ടവനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അവൻ പറയുകയാണ്,
പിതാവിന്റെ അടുക്കൽ നിന്നിറങ്ങി വന്നവനെ ഞങ്ങൾ കണ്ടു. ആ പിതാവിന്റെ അടുക്കൽ ഇരുന്ന് കണ്ടതൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടു. ഞങ്ങൾ ആ യേശുവിനെ, ആ കർത്താവിനെ, ആ വചനത്തെ ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടു. ഞങ്ങൾ രുചിച്ചറിഞ്ഞു. അതാണ് പ്രസ്താവിക്കുന്നത്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? പുത്രനും പരിശുദ്ധാത്മാവും മാത്രമല്ല, പുത്രനോടും പരിശുദ്ധാത്മാവിനോടും. ഞാൻ ഒന്നുകൂടെ അപ്പുറത്ത് യോഹന്നാൻ പറഞ്ഞത് ചേർത്ത് പറയട്ടെ. പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മയുള്ള ഞങ്ങൾ. ഇതാ സാക്ഷീകരിക്കേണ്ടത് കേട്ടോ. ഇതാണ് യഥാർത്ഥ സാക്ഷി. അതാണ് യോഹന്നാൻ സുവിശേഷം 3:11 പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഠന ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. നോക്കുക, അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് താൻ കണ്ടതും അറിഞ്ഞതും കേട്ടതും സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സകലത്തിനും മീതെയുള്ള കർത്താവ് മനുഷ്യരെ പഠിപ്പിക്കുന്നു, മനുഷ്യരോട് സാക്ഷ്യം പറയും. ഇതാണ് ലോക ഗുരുക്കന്മാരിൽ നിന്ന് യേശുക്രിസ്തുവിനുള്ള വ്യത്യാസം. നമുക്കൊന്ന് നോക്കാം, എന്താണ് യേശുക്രിസ്തുവും ഭൂമിയിൽ നിന്നുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഞാനിപ്പോ പറയുന്നത് ദൈവസഭയുടെയോ ദൈവദാസന്മാരുടെയോ ദൈവമക്കളുടെയോ സാക്ഷ്യമല്ല. ഇവിടെ കർത്താവ് പറയുന്ന ആ വാചകം വെച്ചൊരു, ആ വചനം വെച്ചൊരു താരതമ്യം ഞാൻ പറയുകയാണ്. നോക്കുക, 31 വാക്യത്തിൽ 2 ഭാഗത്ത് പറയുന്നു. നോക്കിയേ, ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈ ക്ലാസ് ആസ്വാദ്യമാകും. ഭൂമിയിൽ നിന്നുള്ളവൻ ആരാണ്? ഭൗമികനാണ്. പിന്നെ ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ, സ്വർഗത്തിൽ നിന്നുള്ളവൻ സ്വർഗീയനാണ്. സ്വർഗത്തിലുള്ളത് പ്രസ്താവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവും ഇതര ലോക ഗുരുക്കന്മാരും തമ്മിലുള്ള സമൂലമായ വ്യത്യാസം കേട്ടോ. സാരതരമായ വ്യത്യാസം. യേശു ക്രിസ്തു ആരാണ്? സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. 2, കർത്താവ് സ്വർഗീയനാണ്. നമുക്ക് പിന്നാലെ അത് ചിന്തിക്കാം. യേശു ക്രിസ്തു സ്വർഗീയനാണ്. അതുകൊണ്ട് സ്വർഗത്തിലുള്ളത് കർത്താവ് പ്രസ്താവിക്കുക. എന്നാൽ ലോകത്തിലുള്ള സകല ഗുരുക്കന്മാരും ഭൂമിയിൽ നിന്നുള്ളവരാണ്. അവര് ഭൂമിയിലുള്ളത് പറയുകയും, ഇനി ഞാൻ പറയുന്നത് അടിവരയിട്ട് ശ്രദ്ധിക്കണം, ചുവന്ന മഷിക്ക് രേഖപ്പെടുത്തുകയും ചെയ്തോ, കുഴപ്പമില്ല. ഭൂമിയിൽ ഉള്ളത് സംസാരിക്കുകയും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെ കാര്യം പറയുക. ഇവിടെ വലിയ ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. അവര് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്ന്, ഓർക്കണം, ഭൂമിയിലുള്ളത് പറഞ്ഞ കൂട്ടത്തിൽ ഭൂമിയിലുള്ളവരായ അവർ സ്വർഗത്തിലെ കാര്യം പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ കാണുന്ന മതഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആത്മീക കാര്യങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യൻ ഭൂമിയിൽ നിന്നുകൊണ്ട്
ഭൗമികനായി സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്റെ കർത്താവോ എന്റെ യേശുക്രിസ്തുവോ സ്വർഗത്തിൽ നിന്ന് സ്വർഗീയനായവൻ ഈ ഭൂമിയിലേക്ക് വന്ന് സ്വർഗീയ കാര്യങ്ങൾ പകർന്നു തന്നതാണ് എന്റെ കർത്താവിന്റെ സാക്ഷ്യം. മനസ്സിലായോ? ഇതാണ് വ്യത്യാസം. സാരതരമായ വ്യത്യാസം, സമൂലമായ വ്യത്യാസം ഇതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നതും പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നതും. നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോകാം. ഈ യോഹന്നാൻ 3:32 നോക്കി. സ്വർഗത്തിൽ നിന്ന് സ്വർഗീയനായവൻ ഭൂമിയിൽ വന്ന് സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ 32 നോക്കിയേ, സാക്ഷ്യം കൈക്കൊള്ളുന്നില്ല. വസ്തുത കണ്ടോ? എന്താ? അവന്റെ സാക്ഷ്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇന്ന് പകലും കുറെ സമയമെടുത്ത് ചിന്തിച്ച ഒരു കാര്യമായി. സ്വാഭാവികമായിട്ട് നമ്മള് ചിന്തിക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ദൈവം മനുഷ്യനായി വന്ന് അല്ലേ മനുഷ്യരോട് സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കണ്ടേ? ചിന്തിച്ചു നോക്കി, അത് വിശ്വസിക്കണ്ടേ? എന്താ ആരും ഒന്നും മിണ്ടാത്ത? വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. എന്നാ യേശുക്രിസ്തു താൻ തന്നെ പറയുക. താൻ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് പറയുകയാണ്. തന്റെ സാക്ഷി ആരും വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ആരും വിശ്വസിക്കുന്നില്ല. എന്താ ഇതിന്റെ കാര്യം? സ്വാഭാവികമായിട്ട് എല്ലാവരും വിശ്വസിക്കണ്ടേ? എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഞാൻ വളരെ വേഗം പറയട്ടെ. തിരുവെഴുത്ത് പരിശോധിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് തിരുവെഴുത്ത് പരിശോധിച്ചാൽ എന്നുള്ളത് ഞാൻ പിന്നീട് പൂരിപ്പിക്കാം. നമ്മൾ തന്നെ ചിന്തിക്കുന്നത് എന്താ? കർത്താവേ, ഇത്രയും കഷ്ടപ്പെട്ട് ദൈവജനത്തിലെ സത്യങ്ങൾ ലളിതമാക്കി ആർക്കും മനസ്സിലാകത്തക്കതുപോലെ രക്ഷയ്ക്കുള്ള കാര്യം, സ്വർഗത്തിൽ പോകാനുള്ള കാര്യം മനുഷ്യനോട് പറഞ്ഞിട്ട് എന്താ ഒരു വിശ്വസിക്കാൻ? നമുക്ക് എത്ര വട്ടം തോന്നിയിട്ടുണ്ട്. ഈ രാജു മൈക്കിൾ സാറൊക്കെ ആണെങ്കിൽ പരസ്യങ്ങൾ നടത്തി ക്ഷീണിച്ചിട്ടുള്ള ആളാണ്. അപ്പോ ഇത്രയും പ്രസംഗിച്ചിട്ട് എത്ര പേര് വിശ്വസിച്ചു? നമ്മൾ പറയുന്ന കാര്യം സത്യമാണേ. യഥാർത്ഥ സത്യങ്ങളാ നമ്മൾ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? പോട്ടെ, നമ്മൾ പറഞ്ഞത് കൊണ്ട് അത് വിശ്വസിക്കാതെ. ശരി, സമ്മതിച്ചു. യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ട് കേൾക്കണേ, യേശുക്രിസ്തു താൻ തന്നെ വന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. 3:12 നോക്കി. യേശു കർത്താവ് നിക്കോദോമാസിനോട് പറയുന്ന കാര്യമാണ്. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? എന്റെ തമ്പുരാൻ, എത്ര ലോജിക്കായ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഭൂമിയിലുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കാത്തവൻ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കുമോ?
നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ കഴിഞ്ഞ 21ഓളം നൂറ്റാണ്ടുകളായി തൊണ്ട കീറി ചോര നീരാക്കി ജീവൻ കൊടുത്ത് ഈ സാക്ഷ്യം ലക്ഷോപലക്ഷം ദൈവജനങ്ങൾ വിളിച്ചു കൂവിയിട്ട് എന്തുകൊണ്ട് കോടാനുകോടികൾ അത് വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഇതിനെല്ലാം വേദപുസ്തകത്തിൽ ഉത്തരവുണ്ട്. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഭൂമിയിലെ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാത്ത മനുഷ്യൻ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കയില്ല. അത് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമുണ്ടോ എന്ന് കാണിച്ചു തന്നെ. സ്വർഗമുണ്ടോ? സ്വർഗത്തിൽ പോയിട്ട് വന്ന ആളിനെ ഒന്ന് കാണിച്ചു തന്നു. സ്വർഗമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ യേശു പറഞ്ഞു സ്വർഗമുണ്ട്. സ്വർഗമുണ്ടോ? പോയിട്ട് വന്ന ഒരാളിനെ കാണിച്ചേ. ഭൂമിയിലുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കാത്തവൻ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കും. ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം. ഇനി രണ്ടാമതായിട്ട് 12-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ, എന്റെ കൂടെ വരണേ, 12-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങൾ, 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവ് പറയുക മാത്രമല്ല, അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. നീ നോക്കിയേ. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവർത്തിയാകുവാൻ ഇടവന്നു. 53-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. എന്താ? കർത്താവെ, ഞങ്ങൾ ഇത്രയൊക്കെ കേൾപ്പിച്ചിട്ട് ആരും വിശ്വസിക്കുന്നില്ല. കർത്താവിന്റെ ഭുജം, അത്ഭുതം, കർത്താവ് ചെയ്യുന്ന അത്ഭുതം, കർത്താവിന്റെ കൈ, ഭുജം എന്ന് പറഞ്ഞാൽ കൈ, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു, എന്നിട്ടും അവർ അംഗീകരിക്കുന്നില്ല. കർത്താവിന്റെ ഭുജം വെളിപ്പെട്ടിട്ടും അവർ കാണുന്നില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു. അതിന്റെ കാരണം യെശയ്യാവ് പറയുന്നു. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട് അവർക്കത് വെളിപ്പെടുന്നില്ല? അവർക്കത് കാണാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഹൃദയം കൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല? ഉത്തരം നോക്കിയേ, 40-ാം വാക്യം. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. എന്റെ ദൈവം, എനിക്കിത് കാണണ്ട, എനിക്കിത് കേൾക്കണ്ടെന്ന് ഒരു വ്യക്തി കണ്ണങ്ങിടിച്ച് അടച്ചു കഴിഞ്ഞാൽ, ഹൃദയം കടുപ്പിച്ചു കഴിഞ്ഞാൽ, കേൾക്കണേ, ഹൃദയം കടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറഞ്ഞാലും അവർ അംഗീകരിക്കുകയില്ല. ഒന്ന്, ഭൂമിയിലെ കാര്യം പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവൻ സ്വർഗത്തിലെ കാര്യം വിശ്വസിക്കുക. 2, കർത്താവിന്റെ വചനവും കർത്താവിന്റെ ഭുജം വിശ്വസിക്കാത്തതും അവർ കാണാത്തതിൻ്റെയും രണ്ടാമത്തെ കാരണം അവരുടെ കണ്ണ് അവർ തന്നെ കുരുടാക്കി അവരുടെ ഹൃദയം, ഇവിടെ എഴുതിയിരിക്കുന്ന തടുപ്പിച്ചിരിക്കുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ കഠിനമാക്കുകയാണ്. തടുപ്പിച്ചു, ബറവൻ ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ടാണ് അവർ അംഗീകരിക്കാൻ. മൂന്നാമത്, തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. മതി ബ്രദറെ, 40 വരെ മതി. മൂന്നാമത്തെ കാരണം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം
എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഉണ്ടോ? ക്ലാസ് പിന്നെ കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? കട്ടിയാണോ? അല്ലല്ല. എനിക്ക് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോന്നൊരു സംശയം. എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ലളിതമായ ന്യായമായ സത്യങ്ങൾ ഇനി തിരിച്ച് യേശുക്രിസ്തു, സാക്ഷാൽ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? എന്താ കാരണമെന്നറിയാമോ? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ് ഉപദേശം കൈക്കൊള്ളാത്തതെന്നറിയാമോ? ഉത്തരം, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുകയില്ല. ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ ഈ സുവിശേഷമൊക്കെ പറയാൻ പോകുന്ന ദൈവദാസന്മാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ഈ അധ്യായം ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പറയാം. പലരും, ഈ ദൈവദാസന്മാർ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ സത്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടും അവർ അനുസരിക്കാത്തത്? എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഈ ചോദ്യങ്ങളുടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണേ, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നും. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ നൽകി ഇത്രയും ക്ലിയർ ആയിട്ട്, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എങ്ങനെയാ സാറേ വ്യക്തമാക്കുക? ഇതിൽ കൂടുതൽ എങ്ങനെയാ ബ്രദറെ ഈ കാര്യങ്ങൾ, സത്യങ്ങൾ വ്യക്തമാകുന്നു? എന്നാൽ ഇത്രയും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാലും എന്നിട്ട് അവരോട് ചോദിക്കുക, ഇത് അംഗീകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി കണ്ടിട്ടുണ്ടോ? കൈ മലർത്തിയിട്ട് അവർ ചോദിക്കുന്ന അവർ പറയുന്ന ഒരു, നിങ്ങൾ പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്നറിയാം? ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ. എന്താ കാരണം? ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ. ഞാൻ വളരെ വിനയമായിട്ട് പറയട്ടെ, സ്തോത്രം പറയാൻ, കൈകൊട്ടാൻ, പാട്ടുപാടാൻ, ഹല്ലേലൂയ പറയാൻ, വലിയ ആത്മീക ചേഷ്ടകൾ കാണിക്കാൻ അനേകരുണ്ട്. പക്ഷേ ആത്മീക സത്യങ്ങൾ പറഞ്ഞാൽ ആ സത്യങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരിക്കലും റാന്നിയിലൊരു വലിയ മഹായോഗത്തിനൊരു പ്രസംഗമൊക്കെ നടത്തി. ഞാൻ വളരെ സംതൃപ്തിയോടെ ഇറങ്ങി വരിക. ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചല്ലോ. 1.25 മണിക്കൂറോളം ഞാൻ അന്ന് ചങ്കു പിളർന്ന സംസാരിച്ചു. കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വന്നോണ്ടേ ഒരു യുവാവ് എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ ഇന്ന് എന്തോ പറഞ്ഞേ, ഒന്നും മനസ്സിലായി. ഗ്യാസ് പോയി കേട്ടോ. മനസ്സിലായോ? ദൈവവചനം പറഞ്ഞാൽ, ആത്മീക സത്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ എളിമയോടെ പറയട്ടെ, ഞാൻ ആരെയും വിധിക്കാൻ തയ്യാറല്ല, വിധിക്കാൻ എനിക്ക് അവകാശമില്ല. എന്നാൽ വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, പലരും കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആത്മീകമായി വിവേചിക്കേണ്ടത് ആകയാൽ അവർക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആ തിരുവെഴുത്ത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ആത്മീക സത്യങ്ങളോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനുഷ്യന്റെ പ്രതികരണം
ഞാൻ ചില വചനങ്ങൾ, ചില ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകും വളരെ വേഗം. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം വായിക്കണ്ട കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യം. എന്തുകൊണ്ടാ എല്ലാവരും ഇതിനകത്തോട്ട് വരാത്തതിന്റെ കാര്യം എന്താ? എല്ലാവരും ഇത് അംഗീകരിക്കാത്തതിന്റെ കാരണം എന്താ? ഞാൻ 3 കാരണങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അടുത്തത് എന്താണെന്നറിയാവോ? വാതിൽ ഇടുക്കമാ, വഴി ഞെരുക്കം. അതുകൊണ്ട് ഇതിനകത്തൂടെ കടക്കുന്നവർ നോക്കിക്കേ, വാതിലിലൂടെ കടക്കുന്നവരും ആ വഴിയെ നടക്കുന്നവരും ചുരുക്കമാ. എല്ലാരും വരാത്തതിന്റെ കാര്യം മനസ്സിലായോ? കുടിക്കാം, വലിക്കാം, ഇഷ്ടം പോലെ നടക്കാം, തോന്നിയതുപോലെ ജീവിക്കാം, തലകുത്തി മറിയാം, എന്തോ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആയിരുന്നെങ്കിൽ വഴി വീതിയും വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമായിരുന്നെങ്കിൽ എല്ലാരും വന്നേനെ. എന്താ എല്ലാരും വരാത്തതെന്നറിയാമോ? എന്താ എല്ലാരും വരാത്തത്? യേശു തമ്പുരാൻ പറയുകയാണ് ഗിരിപ്രഭാഷണത്തിൽ, വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി ഞെരുക്കമുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഏതോ ഒരു ശബ്ദം വരുന്നല്ലോ. ആരുടെയാണെന്ന് കണ്ടുപിടിച്ചൊന്ന് പറഞ്ഞേക്കണേ. ഇനി രണ്ടാമത്, ഇത് യേശു ക്രിസ്തു പറഞ്ഞ വഴിയും വാതിലും ഇടുക്കവും ഞെരുക്കവും ഉള്ളതായതുകൊണ്ട് അനേകർ വരുന്നില്ല, ആ വഴി പോകുന്നവർ ചുരുക്കമാണ്. ഇനി രണ്ടാമത് നോക്കിയേ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 65 മുതൽ 67 വരെയുള്ള വാക്യം. ഈ 6-ാം അധ്യായത്തിലെ കാര്യങ്ങൾ കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. കേൾക്കണേ, എന്തൊക്കെയാ കർത്താവ് പറഞ്ഞെന്നറിയാമോ? എന്താ പറഞ്ഞത്? എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ്. വചനത്തിൽ ശ്രദ്ധിക്കണേ, എന്റെ മാംസം ഭക്ഷിക്കണം, എന്റെ രക്തം കുടിക്കണം. ഇത് കേട്ടവര് പറയുകയാണേ, ഇവൻ എന്താ പറയുന്നേ? സ്വർഗത്തിൽ നിന്ന് വന്നവൻ സ്വർഗത്തിലെ കാര്യം പറയുക. ഇപ്പൊ കേട്ടവര് പറയുവാണേ, ഇവൻ എന്താ പറയുന്നേ? ഞങ്ങള് നരഭോജികളാണോ? യേശുവിന്റെ മാംസം തിന്നണം, യേശുവിന്റെ രക്തം കുടിക്കണം. അർത്ഥം മനസ്സിലായില്ല. അപ്പോഴവരെന്താ ചെയ്യുന്നറിയാമോ? 70 എണ്ണം കർത്താവിന്റെ കൂടെ അന്നേരം ഉണ്ട്. അവരിൽ തന്നെ നല്ലൊരു പങ്ക് പറഞ്ഞു, ഇത് കഠിന ഉപദേശം. ഇത് കഠിന ഉപദേശം. എന്താ എല്ലാവരും അംഗീകരിക്കാത്തതെന്ന് മനസ്സിലായോ? എന്താ? ഉപദേശം കഠിനമാണ്. കഠിന ഉപദേശമായതുകൊണ്ട് എല്ലാവർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ എഴുതിയിരിക്കുന്ന നോക്കിയേ, അവിടെ പാസ്റ്റർ ജിജി ബ്രദർ ഒന്ന് നോക്കിയിട്ട് പറയാമോ? അന്ന് മുതൽ പലരും പിൻവാങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നു. ഇല്ലേ? അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. ശിഷ്യന്മാരല്ലാത്തവരല്ല. അതെത്ര വാക്യം? എത്ര? 66-ാം വാക്യം കേട്ടോ. ശിഷ്യന്മാരാ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. കാരണം എന്താ? ഉപദേശം കഠിനമാണ്. എല്ലാരും സ്വർഗത്തിൽ പോകാത്തതിന്റെ കാര്യം എന്താ? വഴിയും വാതിലും ഇടുക്കവും ഞെരുക്കവുമാണ്. ഒന്ന്. രണ്ടാമത്തെ എന്താണ്? കഠിനമായ ഉപദേശമാണ്. കേട്ടോ? ഇതൊക്കെ പറയുന്നുണ്ട്. സത്യങ്ങൾ എന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുക.
മൂന്നാമതായിട്ട് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് അടുത്ത് നിൽക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലൂക്കോസ് 13-23-24 ചോദ്യം അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് കേട്ടോ കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? യേശു കർത്താവിന്റെ ഉത്തരം എന്താ? കുഞ്ഞ്, നീ പറഞ്ഞത് ശരിയല്ല കേട്ടോ, ഒത്തിരി പേര് രക്ഷിക്കപ്പെടും. അല്ല, യേശു പറഞ്ഞ ഉത്തരം എന്താ? രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്തൊരു പോരാട്ടമുണ്ട്. ഇടുക്കുവാതിലും കൊണ്ട് മാറ്റിവേ, ഒരു പോരാട്ടമുണ്ട്. ഉപദേശം കഠിനമായതുകൊണ്ട് എല്ലാവരും ഈ വഴിയെ യാത്ര ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, ഒരു പോരാട്ടമുണ്ട്. വീട്ടുകാരെതിരാകും, നാട്ടുകാരെതിരാകും, പള്ളിക്കാരെതിരാകും, കൂട്ടുകാരെതിരാകും. ഒരു പോരാട്ടമുണ്ട്. എന്തുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഭൂരിപക്ഷം ഈ വഴിയെ സഞ്ചരിക്കുന്നില്ല? ഉത്തരം മനസ്സിലാകുന്നു? എന്റെ പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ സത്യം പറയട്ടെ. ഇന്ന് ഈ ഉപദേശ സത്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഞാനൊക്കെ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ഉപദേശം എന്ന് പറഞ്ഞാൽ ചത്തുകളെ. ഇപ്പോഴുണ്ടല്ലോ കുറെ ന്യൂജൻ ഇറങ്ങിയിട്ടുണ്ട്. അവര് പറയുന്ന അതാകാം, ഇതാകാം, അങ്ങനെയും പോകാം, ഇങ്ങനെയും പോകാം. യേശു കർത്താവും പത്രോസും ഒക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ബർമൂഡായിട്ട് പ്രസംഗിക്കുമായിരുന്നു. കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അയഞ്ഞു പോകുന്ന ഒരേർപ്പാട്. അതാണെങ്കിൽ ആളിനെ ഇഷ്ടം പോലെ കിട്ടും. ഉപദേശം കഠിനമാണെങ്കിൽ, പോരാട്ടം കടുപ്പമായാൽ ആളെ കിട്ടത്തില്ല. സമയം തീരാൻ പോവാണ്. എന്തോ ചെയ്യണം? മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കിയേ. അവിടെ കർത്താവിനോട് അടുത്തു നിൽക്കുന്നവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേട്ടോ? എന്താ ചോദ്യം? ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. എന്റെ കർത്താവേ, യേശുക്രിസ്തുവിനോട് തന്നെ ചോദിക്കും, ഇങ്ങനാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് യേശു കർത്താവ് പറഞ്ഞത്. ഇന്ന് മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തതിന്റെ, സത്യത്തിലേക്ക് വരാത്തതിന്റെ, സ്വർഗത്തിലെ കർത്താവ് വന്നിട്ട് പറഞ്ഞിട്ടും കർത്താവിന്റെ സാക്ഷ്യം വിശ്വസിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദ്രവ്യാഗ്രഹമാണ്. പണത്തോടുള്ള താല്പര്യം. പണത്തെ വിട്ടുപിരിയുവാൻ അവർക്ക് കഴിയുന്നില്ല. യേശു കർത്താവിന്റെ ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ കേട്ടപ്പോൾ പറയുകയാണ്, രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? ഞാൻ പെട്ടെന്ന് വരട്ടെ പ്രിയപ്പെട്ടത്. യേശു കർത്താവിന്റെ സാക്ഷ്യം, സ്വർഗത്തിൽ നിന്ന് വന്നവന്റെ സാക്ഷ്യം, സ്വർഗീയ സാക്ഷ്യം, ആ യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ സാക്ഷ്യം ഈ ലോകം കൈക്കൊള്ളുന്നില്ല. 32-ാം വാക്യം, അവന്റെ സാക്ഷ്യം, യോഹന്നാൻ 3:32, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല.
ഓർത്തോണം, ഞാൻ ഇന്ന് വളരെ ശക്തമായിട്ടാ പറയുന്നത്. പതിവിലേറെ ശബ്ദമൊക്കെ ഉയർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് ശബ്ദമുയർത്തി തന്നെ പറയേണ്ട യാഥാർത്ഥ്യങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കി. യേശുവിനെ തിരിച്ചറിയാം. ഞാൻ ഈ ക്രമം അനുസരിച്ച് ഈ കാര്യം ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ തിരിഞ്ഞു വന്നിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, വളരെ ചുരുങ്ങിയ മിനിറ്റ്. ഇവിടെ ഒരു വലിയ താരതമ്യം കണ്ടല്ലോ. സ്വർഗത്തിൽ നിന്ന് ഉള്ളവനും ഭൂമിയിൽ നിന്ന് ഉള്ളവരും തമ്മിലുള്ള വലിയ ഒരു താരതമ്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ഞാന് തൽസംബന്ധമായിട്ടുള്ള ചില സത്യങ്ങൾ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് വേഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തുവിനെയും മറ്റു ചില കാര്യങ്ങളെയും താരതമ്യം ചെയ്തു പറയുന്ന ചില വേദഭാഗങ്ങളും. അതിലൊന്ന് നമ്മൾ ഇവിടെ കണ്ടതാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയുന്ന കർത്താവും, രണ്ട്, ഭൂമിയിൽ നിന്ന് ഉള്ളവരായി സാക്ഷ്യം പറയുന്ന ഭൂമിയിൽ നിന്നുള്ളവർ. രണ്ടാമത് റോമർക്കെഴുതിയ ലേഖനം വായിക്കണ്ടേ, എഴുതിയിട്ടാ മതി, നോട്ടിനകത്ത് കുറിച്ചിട്ടാ മാത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെ ഒരു താരതമ്യം അവിടെ ഉണ്ട്. ആരൊക്കെ തമ്മിലുള്ള താരതമ്യമാണെന്നറിയാമോ? ഏക മനുഷ്യനായ ആദാമും ഏക മനുഷ്യനായ കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞു മുന്നോട്ട് പോകാം. ആ താരതമ്യത്തിൽ ഏക മനുഷ്യനായ ആദാമിനാൽ പാപത്തിന്റെ പ്രവേശനം, ഏക മനുഷ്യനായ യേശുക്രിസ്തുവിനാൽ സകല മനുഷ്യർക്കും നീതീകരണം. ഇതാണ് റോമർ 5-ന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ താരതമ്യം. മൂന്നാമത് 1 യോഹന്നാൻ 3-ന്റെ 31 മുതൽ 36 വരെ, 2 റോമർ 5-ന്റെ 12 മുതൽ 21 വരെ. മൂന്നാമത്തെ വേദഭാഗം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 45 മുതൽ 49 വരെ. റോമറിൽ നമ്മൾ കണ്ടു, ഭൂമിയിൽ നിന്നുള്ള ആദാം, സ്വർഗത്തിൽ നിന്നുള്ള ആദാം കർത്താവായ യേശു. ഭൂമിയിൽ നിന്നുള്ള ആദാമിനാൽ പാപപ്രവേശനം, സ്വർഗത്തിൽ നിന്നുള്ള ആദാമിനാൽ നീതീകരണം. മനസ്സിലായല്ലോ? 1 കൊരിന്ത്യർ 15-ന്റെ 45 മുതൽ 49 വരെ. ഭൂമിയിൽ നിന്നുള്ള ആദാമിനാൽ നമ്മൾക്കൊരു ശരീരം കിട്ടി, ഭൗമികമായ ശരീരം, മണ്ണുകൊണ്ടുള്ള ശരീരം. പറയുന്ന മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയനായ യേശുവിന്റെ സ്വർഗീയ ശരീരം ഇനി നമ്മൾക്ക് കിട്ടാൻ പോവുകയാണ്. താരതമ്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആദാമിന്റെ മണ്ണ് കൊണ്ടുള്ള ശരീരം നമ്മൾക്ക് ലഭിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾക്ക് സ്വർഗീയ ശരീരത്തിന്റെ അവകാശം നമ്മൾക്ക് കിട്ടി. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ
ക്രിസ്തുവിന്റെ ശരീരം, സ്വർഗീയ ശരീരം നമുക്ക് കിട്ടും. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവിടെ 49 വാക്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും. കണ്ടോ ഈ താരതമ്യത്തിന്റെ ക്ലൈമാക്സ്? ചരിത്രത്തിന്റെ ഒടുവിൽ, കാലത്തിന്റെ ഒടുവിൽ കാഹളം ധ്വനിക്കുമ്പോൾ നടക്കാൻ പോവുകയാണ്. മനസ്സിലാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തീർച്ചയായിട്ടും സന്തോഷിക്കും. ഞാൻ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചവസാനിപ്പിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വളരെ വേഗം ഒന്ന് തൊട്ടുപോകാം. കർത്താവിന്റെ സാക്ഷ്യം 33 കർത്താവിന്റെ സാക്ഷ്യം, സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവിന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ഒന്നാമത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ദൈവം സത്യവാൻ എന്ന് മുദ്രയിടും. വലിയ ആത്മീയ സത്യമുണ്ട് കേട്ടോ, ആത്മീയമായ മാനങ്ങളുണ്ട്. ദൈവം സത്യവാൻ എന്ന് മുദ്രയിടുന്നു. നമ്മൾ ദൈവം സത്യവാൻ എന്ന് ഈ സാക്ഷ്യം കൈക്കൊള്ളുമ്പോൾ നമ്മൾ മുദ്രയിടുകയാണ്. ഇത് കൈക്കൊള്ളും. ഇത് കൈക്കൊള്ളാത്തവൻ എന്ത് ചെയ്യുന്നറിയാമോ? വചനം പറയാം, വാക്ക് എടുത്ത് വായിക്കാൻ നിവർത്തിയില്ല. 1 യോഹന്നാൻ 5:10 ദൈവം സത്യവാനെന്ന് ഈ സാക്ഷ്യം കൈക്കൊള്ളുന്നവർ, അഥവാ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ റിസീവ്, സ്വീകരിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ ദൈവം സത്യവാനെന്ന് മുദ്രയിടുന്നു. എന്നാൽ ഇത് കൈക്കൊള്ളാത്തവൻ, ഈ സത്യം വിശ്വസിക്കാത്തവൻ, 1 യോഹന്നാൻ 5:10 പറയുന്നു, ദൈവത്തെ അസത്യവാദിയാക്കും. ദൈവം സത്യവാനെന്ന് വിശ്വസിക്കുന്നവൻ പറയുമ്പോൾ വിശ്വസിക്കാത്തവൻ, കൈക്കൊള്ളാത്തവൻ ദൈവത്തെ അസത്യവാദിയാക്കും. സ്തോത്രം. നമ്മൾ ദൈവ സത്യവാനെന്ന് ഈ സാക്ഷ്യം കേട്ട് നമ്മൾ മുദ്രയിടുമ്പോൾ, എന്റെ മറുവശത്തൊരു കാര്യമുണ്ട്. യോഹന്നാൻ 6:27 പിതാവായ ദൈവം ഈ സാക്ഷ്യം പറയാൻ ലോകത്തിലേക്ക് അയച്ചവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ചേർത്ത് പഠിച്ചു. എനിക്കത് ലളിതമാക്കി പറയാൻ അറിയാൻ പാടില്ല എന്നല്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതങ്ങ് വിടുകയാണ്. 34 35 വാക്യം. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ, അഥവാ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. കണ്ടോ? 34 വാക്യം. ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അനേക വാക്യങ്ങളുണ്ട്. ദൈവത്തിൽ നിന്ന് കേട്ടത് അവിടുന്ന് മനുഷ്യരോട് പറയുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ദൈവത്തിൽ നിന്ന് കേട്ടത് മനുഷ്യരോട് പറയുമ്പോൾ, മനുഷ്യരത് വിശ്വസിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ നടക്കുക. സ്തോത്രം. വിശ്വസിക്കുന്ന അതേ മാത്രയിൽ 2 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ഒന്ന് 36 വാക്യം. പുത്രനിൽ വിശ്വസിക്കുമ്പോൾ, സ്തോത്രം, അവർക്ക് നിത്യജീവൻ ലഭിക്കുക. ഇത് കൈക്കൊള്ളുമ്പോൾ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, നിനക്കിത് വേണോ? നിത്യജീവൻ വേണോ? ലോകത്തിൽ ആര് പറയുന്നത് വിശ്വസിച്ചാലും നിനക്ക് കിട്ടുകയില്ല. പുത്രനെ വിശ്വസിക്കണം, പുത്രനിൽ വിശ്വസിക്കണം, പുത്രന്റെ വചനം വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ
വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ കിട്ടുകയാണ്. തീർന്നില്ല കേട്ടോ. ഇനി 34-ലേക്കൊന്ന് തിരിച്ചു വന്നേ, റിവേഴ്സ് ഗിയറിൽ. അവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ആ വചനം വിശ്വസിക്കുമ്പോൾ എന്ത് കിട്ടുന്നെന്നാണ് അടുത്ത് പറഞ്ഞേക്കുന്നത്. അവൻ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കും. ഇതെന്താണെന്നറിയാം? പലരും ഈ വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ലൂക്കോസ് വിശേഷം 11:13 ഈ വാക്യം, പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പൊ ചിലര് ചിന്തിക്കുന്നത് എത്ര അധികം പരിശുദ്ധാത്മാവ്, ഒന്നിലധികം പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ് കേൾക്കുന്നവരെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പോരാ. കേട്ടോ? വല്ലതും മനസ്സിലാകുന്നു? പിന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ പോരാ. പരിശുദ്ധാത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, അളവ് കൂടാതെ കിട്ടിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിനെ നൽകുക മാത്രമല്ല, അളവ് കൂടാതെ ആത്മശക്തി നമ്മൾക്ക് ലഭിക്കുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയം തീരുകയാണല്ലോ. ഞാൻ കൂടെ ഈ ആവർത്തിക്കുന്നത് ക്ഷമിക്കുക, സമയത്തിന്റെ കാര്യം. യേശുക്രിസ്തുവിന്റെ മേൽ ആത്മാവ് വസിച്ചു. കർത്താവ് പറയുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യേശുക്രിസ്തു പറയുകയാണ്, നാസറത്തിലെ പള്ളിയിൽ നിന്ന് പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാൻ, ബദ്ധന്മാർക്ക് വിടുതൽ പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. സ്തോത്രം. പ്രസംഗിക്കാൻ മാത്രമല്ല, സൗഖ്യമാക്കുവാൻ മാത്രമല്ല, ഭൂതങ്ങളെ പുറത്താക്കുവാൻ മാത്രമല്ല, എന്തെല്ലാം കാര്യത്തിന് ഇങ്ങേയറ്റം ക്രൂശിൽ അർപ്പിക്കപ്പെടാൻ വരെ പരിശുദ്ധാത്മാവിനെ യേശുവിന് വേണമായിരുന്നു. അളവ് കൂടാതെ യേശുക്രിസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചെങ്കിൽ എന്നിലും നിങ്ങളിലും അളവ് കൂടാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും പ്രവർത്തനവും ഉണ്ടെങ്കിലേ മരണം വരെ ജീവിക്കാനും പ്രവർത്തിക്കാനും നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി എന്ന് സംതൃപ്തി അടഞ്ഞ് ജീവിക്കരുത്. സ്തോത്രം. ആത്മാവിനെ അളവ് കൂടാതെ, ആത്മാവിന്റെ കൃപ നമ്മൾക്ക് അളവ് കൂടാതെ ലഭിച്ചുകൊണ്ടേയിരിക്കും. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കണം, വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അവസാനിച്ചില്ല. ഞാൻ പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്താ? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒരു ദൈവവൈതൽ അറിയണം, ഒരു ദൈവവൈതൽ അനുഭവിക്കണം. മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു.
പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നിത്യജീവൻ ലഭിക്കുന്നു. ഈ സാക്ഷ്യം കൈക്കൊള്ളുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക്. 2, അവർക്ക് പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ ലഭിക്കുന്നു. ഇതിന്റെ മറുപുറം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. 36-ാം വാക്യം. കർത്താവിൽ വിശ്വസിച്ചവർക്ക് നിത്യജീവൻ ഉണ്ട്. 36. എന്നാൽ പുത്രനിൽ വിശ്വസിക്കാത്ത, പുത്രനെ അനുസരിക്കാത്തവന് ജീവനിൽ എന്ന് മാത്രം. ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം, the wrath of God, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വസിക്കുന്നു. ഭാവിയിൽ വരുമെന്നല്ല. വചനം സൂക്ഷിച്ചു വായിക്കണം കേട്ടോ. പഠിപ്പിക്കുമ്പോഴും സൂക്ഷിച്ചു പഠിപ്പിക്കണം. സ്തോത്രം. അവരുടെ മേൽ ദൈവകോപം വരുമെന്നല്ല, ദൈവക്രോധം അവരുടെ തലയിൽ ഇപ്പോഴേ ഉണ്ട്. ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഇന്ന് രാത്രി എന്റെ കർത്താവ് വരികയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, അവിടുത്തെ വചനം വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവർ എടുക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഈ ദൈവക്രോധം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ദൈവക്രോധം തലയിലിരിക്കുന്നവർ, തലയിൽ വസിക്കുന്നവർ, ഈ ദൈവക്രോധം ചുമക്കുന്നവർ ഈ ലോകത്തോടൊപ്പം മഹാന്യായവിധിയിലേക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹാന്യായവിധി. അത് കഴിഞ്ഞിട്ടോ ഒടുവിൽ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തതുകൊണ്ട് ഈ പൊയ്കയിലേക്ക് അവർ തള്ളപ്പെടും. നമ്മൾ ഈ ഭാഗമൊക്കെ വായിച്ചു വിട്ടിട്ടുണ്ട്. വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. യോഹന്നാൻ 3:31 മുതൽ 36 വരെ. എന്നാൽ അവിടെ മറഞ്ഞു കിടക്കുന്ന ആത്മീക സത്യങ്ങൾ എത്രയോ അത്യഗാധമാണ്. സാധിക്കുന്ന വിധത്തിൽ ഞാൻ ഇന്ന് പറയാൻ ശ്രമിക്കുക. ലോകത്തെ 2ആയി തിരിക്കാൻ പോകും കേട്ടോ. യേശു ക്രിസ്തുവിനോടുള്ള ഭക്തി ലോകത്തെ ദൈവം 2ആയി തിരിക്കാൻ പോകും. നീ ജീവനിൽ കടന്നോ, നിന്റെ തലയിൽ ദൈവക്രോധം വസിക്കുന്നു. ഇന്ന് രാത്രി ചിന്തിക്കാൻ ഇതൊരവസരമാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പലരും എത്രമാത്രം ഇതൊക്കെ ഗ്രഹിക്കുകയും അറിയുകയും ചെയ്തു എന്ന് എനിക്കറിഞ്ഞു. ഗ്രഹിക്കുകയും അറിയുകയും ചെയ്തവർ കൂടുതൽ സത്യങ്ങളും ഉണ്ട്. ഈ സത്യത്തിന്റെ പോരാട്ടത്തിൽ മുന്നോട്ട് പോകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തോട് അനുകൂലമായി പ്രതികരിക്കുവാൻ നമ്മൾക്കിടയാകട്ടെ. കർത്താവിന്റെ നാമം. ആമേൻ.